ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുട്ടുമായിട്ടാണ്. അപ്പോൾ മെഞ്ഞാന്നത്തെ മസാലപ്പുട്ട് കണ്ടിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇന്നത്തെ പുട്ടെന്ന് പറഞ്ഞത് മസാല ഒന്നല്ല, ഒരു വെറൈറ്റി പുട്ട്. അപ്പോൾ പലർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഒരു കപ്പ് വെള്ളം തിളപ്പിക്കുന്നുണ്ട്. അതിലേക്ക് ഒരു അര കപ്പ് സേമിയ ഉണ്ടല്ലോ, വറുത്ത സേമിയം, അതിട്ട് കൊടുക്കുക. എന്നിട്ട് അതിങ്ങനെ കുറച്ചൊന്ന് വേവുക, അധികം വെന്തുടയണ്ട, കുറച്ചൊന്ന് വേവുമ്പോൾ നമ്മളിത് അരിപ്പയിലോട്ടൊന്ന് ഊറ്റി മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ഞാൻ വേറൊരു ബൗളിലോട്ട് ഒരു കപ്പ് തരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പ് തരിയാണെങ്കിൽ അര കപ്പ് സേമിയ അങ്ങനെ മതിയാവും. ഇനിയിപ്പോൾ ഈ തരിയിലോട്ട് നമ്മൾ എന്താ പറയുക, വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള സേമിയ ഉണ്ടല്ലോ, അത് ഫുള്ളങ്ങ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നിങ്ങൾ അധികം തരി എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് സേമിയ എടുക്കാം. അപ്പോൾ ഒരു കപ്പ് തരിയാണെങ്കിൽ അര കപ്പ് സേമിയ അങ്ങനെ മതിയാവും. ഞാനിപ്പോൾ സേമിയ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറേ വെള്ളമൊന്നും ഇങ്ങനെ എന്താ പറയുക കുടയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സേമിയയിലുള്ള വെള്ളം കൊണ്ട് തന്നെ എന്താ പറയുക, ഓൾമോസ്റ്റ് അത് നനഞ്ഞിട്ടുണ്ടാവും. പിന്നെ നോക്കിയിട്ട് കുറേശ്ശെ കുടഞ്ഞിട്ട് നമ്മൾ സാധാരണ പുട്ടിന് കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക. പിന്നെ ഇനി സാധാരണ ചുടുന്ന പോലെ തന്നെ തേങ്ങയും പിന്നെ ഈ തരി സേമിയയും അതുപോലെ ഇട്ടിട്ട് ശരിക്കും പുട്ട് ചുടുന്ന പോലെ തന്നെ അങ്ങ് ചുടുക. ഇനിയിപ്പം നിങ്ങൾക്ക് ഇതിലോട്ട് മസാല, ഞാൻ മുമ്പ് ഇട്ടൊരു വീഡിയോ ഉണ്ടാക്കില്ല മസാല പുട്ടിൻ്റെ, അതിന് മസാല റെഡിയാക്കിയിട്ടില്ല, ചെമ്മീനും വെജിറ്റബിൾസെല്ലാം ഇട്ടിട്ട്. അതേപോലെ തന്നെ സെയിം മസാല റെഡിയാക്കിയിട്ട് ഈ സേമിയം തരി ഉണ്ടല്ലോ അത് കുഴക്കുമ്പോൾ ആ മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് അങ്ങനെയും പുട്ട് റെഡിയാക്കി എടുക്കാം. ആ അരിപ്പൊടിക്ക് പകരം എന്താ പറയുക, സേമിയം തരിയുള്ളത്. അപ്പോൾ അതും നല്ല അടിപൊളി സൂപ്പർ പുട്ടായിരിക്കും. ഞാനിപ്പോൾ ഈ പുട്ട് പ്ലെയിനായിട്ട് ഉണ്ടാക്കുന്ന, ഇങ്ങനെ മസാല വേണ്ടെന്ന് വിചാരിച്ചു. ഞാനും അതന്നെല്ലാം ഉണ്ടാക്കിയിട്ട് ഞാൻ വീഡിയോ ചെയ്തത്. ഇനിയിപ്പോൾ ഞാൻ പുട്ടിന് നല്ല മാങ്ങ മാന്തൽ മുളകിട്ടതും ഫ്രൈ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പുട്ട് വെന്ത് നമ്മളിങ്ങനെ പുട്ട് കുത്തി. അപ്പോൾ എന്തായാലും ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സേമിയം തരിയും മിക്സാക്കിയിട്ട്, തരിപ്പുട്ടെല്ലാം ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും. അപ്പോൾ സേമിയവും തരിയും അതിനോടെ മസാലയും കൂടി റെഡിയാക്കിയിട്ടും കൂടി ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ പുട്ടും മുളകിട്ടയും മീൻ പൊരിച്ചതും എല്ലാമായിട്ട് നല്ല അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.